ഭയങ്കര മഴ വന്നു. എല്ലാരും ഓടാൻ പോവാണ്, എല്ലാരും എഴുന്നേൽക്കാണ്. ഇരിക്കണം അവിടെ. ഹൗസുല്ലാമിന്റെ ബറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല. പെയ്യില്ലാന്നാ പറഞ്ഞത്. പെയ്യാതിരിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നല്ലേ ഇത്. പെയ്യില്ലാന്ന് പറഞ്ഞു. പെയ്യില്ലാന്നാ പറഞ്ഞത്. പെയ്യാതിരിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നല്ലേ ഇത്. പെയ്യില്ലാന്ന് പറഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ഞാനന്ന് പേടിച്ചിട്ടോ. ഞാൻ അഥവാ പെയ്തെങ്കിൽ കുറ്റ്യാടി ഇന്നത്തെ കുറ്റ്യാടിയല്ല അന്ന്. അന്നത്തെ കുറ്റ്യാടി എന്ന് പറഞ്ഞാൽ സുന്നികളെ കൂക്ക് വിളിച്ചു വിടുന്ന കാലാ. അന്നാ ഉസ്താദിനോട് പെയ്യില്ലാന്നാ പറഞ്ഞത്. മഴ പെയ്തില്ല. പ്രസംഗം മുഴുവൻ കഴിഞ്ഞ് ഞാനന്നൊരു അംബാസഡർ. ആ പ്രളയം വന്ന സമയത്ത് ഇച്ചിരി മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലോ ഉസ്താദെ. സത്യം പറഞ്ഞ മുസ്ലിങ്ങളെ പോലും ദുആ ചെയ്യുമ്പോൾ ഇബ്ലീസിന്റെ ഫിത്നയിൽ നിന്ന് നീ എന്നെ കാക്കണമേ നാഥ എന്ന് പറയും പോലെ ഇതുപോലത്തെ ഉസ്താദന്മാരുടെ ഫിത്നയിൽ നിന്ന് കൂടി നീ എന്നെ കാക്കണേ നാഥ എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് അസാധാരണ അമാനുഷികനാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ 2025 നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ തന്നെ അമാനുഷ്യനാക്കാനുള്ള പുറപ്പാട്, ഏടുപാട്, അടിപ്പാട്, മുകൾപ്പാടും ചടപ്പാടും ഒക്കെ അവർ എടുക്കുന്നുണ്ടെങ്കിൽ 5000 വർഷം മുന്നേയും 2000 വർഷം മുന്നേയും 1400 വർഷം മുന്നേയും അന്ന് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതുമായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയായിരിക്കണം ഇവരെല്ലാം അമാനുഷികരാക്കി മാറ്റിയത്? ഇത്രയും സിമ്പിളായിട്ട് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ ഈ കാലഘട്ടത്തിലും ഉണ്ടെങ്കിൽ, അത് വിശ്വസിക്കാൻ ആൾക്കാർ ഈ കാലഘട്ടത്തിലും ഉണ്ടെങ്കിൽ, ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പഴയ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അവരെയൊക്കെ പറഞ്ഞു പറ്റിക്കാൻ യാതൊരു പാടുമില്ലെന്ന് മനസ്സിലായില്ലേ? അന്ന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും അതിലെ അമാനുഷികതയും അതിലെ ദൈവികതയും ഒക്കെ ഇന്നും ഈ കാലഘട്ടത്തിൽ വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, സിവിലൈസ്ഡ് ആയിട്ടുള്ള, ടെക്നോളജിയിൽ വളരെ മുൻപന്തിയിലുള്ള, ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ആ പഴയ ചിന്തയും ചിന്താഗതിയും പഴയ കഥകളും മണ്ടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇപ്പോഴും വിശ്വസിക്കുകയും വിശ്വസിച്ച് ജീവിക്കുകയും അനുസരിച്ച് ജീവിക്കുകയും പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്കതൊന്നും വിശ്വസിക്കാനും അവിശ്വസിക്കാനും പറ്റാത്തത്.